ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലേക്ക് അടക്കം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് പംകിൻ കറിയുടെ റെസിപ്പിയാണ്, മത്തങ്ങ കറി. അപ്പോൾ അതിനായിട്ട് കടായി അടുപ്പത്ത് വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് 2 ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് കുറച്ച് മാത്രം കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ കളർ പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 പച്ചമുളക് ചേർത്തേക്കുന്നത് അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 2 മതി. പിന്നെ അതേപോലെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് എരിവുള്ള മുളക് ചേർത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നെങ്കിൽ പച്ചമുളക് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നു. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പംകിനാണ്. ഞാൻ തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പംകിനൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇങ്ങനെ ക്യൂബ്സ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പംകിൻ അങ്ങനെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതായിപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് പംകിനിലൊന്ന് കോട്ടാക്കി ഇട്ടിക്കോളും. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നേരെ വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം പംകിനൊക്കെ ഒന്ന് കവറാക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ആ ഒരു പംകിൻ്റെ ലെവലിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ കുറച്ച് മാത്രമായിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ് ഒക്കെ അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പംകിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വെന്തോന്ന്. അപ്പോൾ നോക്കിയപ്പം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഉടഞ്ഞിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പ്രസ്സായി കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട പുളിവെള്ളം റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുളിക്ക് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നുണ്ടല്ലോ കുരു കൂടുതലും പുളി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയുടെ എക്സാക്ട് കണക്ക് ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അഥവാ കുറവാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും ഏകദേശം. അപ്പോൾ അത്രയും ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയുടെയും കണക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം വേണം തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ കറി ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു നല്ല കറിയാണ്. സാധാരണ മത്തങ്ങയൊക്കെ നല്ല മധുരം ഉണ്ടാവുമല്ലോ, ഈ കറിക്ക് അങ്ങനെയൊന്നും അല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് അടച്ച് വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ കറി ഇരിക്കും തോറും കളർ കുറച്ചൊന്ന് മാറും, കുറച്ചും കൂടി ഡാർക്ക് കളറായി വരും കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കളർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് പോഹ ഉണ്ടാക്കാം. നമ്മൾ പോഹ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ചെറുപയർ പരിപ്പ് മുളപ്പിച്ച് അത് വെച്ചിട്ടാണ് പോഹ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുപയർ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എടുക്കാമേ. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ മുളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കഴുകി എടുക്കണം. എപ്പോഴും നമ്മൾ മുളപ്പിച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. കാരണം അത് കുറച്ച് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കഴുകി എടുക്കുക. ഇനി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കപ്പലണ്ടി ഒന്ന് ചേർത്തിട്ട് മൂപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം കപ്പലണ്ടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് പച്ചമുളക്, കരിവേപ്പില, ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ അവൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മുളപ്പിച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ പീസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അതേപോലെ തക്കാളി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഗ്രീൻ പീസ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസാണ്. അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചെറുപയറിൻ്റെ ആ ഒരു
പ്രോപ്പറായിട്ട് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. പിന്നെ ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി ഇതിലോട്ട് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡ് അവലാണ് കേട്ടോ. ഈ ഒരു അവലാണ്. ഇത് അധികം നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. അപ്പം തന്നെ അത് നനഞ്ഞു കിട്ടിക്കണം. അത്രയ്ക്കും തിന്നായിരുന്നു, ഭയങ്കര തിക്കായിട്ടുള്ള അവലല്ല. അപ്പോൾ അതുകൊണ്ട് നനച്ചിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങളുടെ കയ്യിൽ തിക്ക് അവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അടച്ചു വെച്ച് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമല്ലോ, അവലിലൊക്കെ നന്നായിട്ട് പുക വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് അവലൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഏറ്റവും ലാസ്റ്റിലായിട്ട്, അതായത് അവലൊക്കെ വെന്ത് സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നാരങ്ങ നീര് ചേർക്കരുത്, കാരണം വെച്ചാൽ തക്കാളിക്കകത്ത് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇൻ കേസ് നിങ്ങൾ തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയ അവലുപ്മാവ് റെഡി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് മുരിങ്ങയിലയുടെ ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ഒരു 8 ചെറിയ ഉള്ളി ഉണ്ടാവും കേട്ടോ ഏകദേശം. അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാൻ പോവാണ്. മുരിങ്ങയിലക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് എല്ലാവർക്കും മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തേത്, ഞങ്ങൾ നാട്ടിൽ പോകാൻ പോകണം. അപ്പം മുരിങ്ങയില കുറച്ച് അധികം ഉണ്ട്, വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഓംലെറ്റിലേക്ക് ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മുട്ടയുടെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണേ, എന്നാലേ വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ പാൻ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്ന് തിരിച്ചിടാനായിട്ട്. സാധാരണ ദോശത്തവയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ 2 സൈഡും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് റെഡി. ഹെൽത്തിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.